ഇത് മാറുന്നില്ല. കാരണം അത് എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടോ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ല ഈ തടി വരുന്നത്. ഇതൊരു അസുഖമാണ്. അപ്പോൾ ആ അസുഖം വന്ന ആ ഭാഗം മുറിച്ച് കളയുക തന്നെ വേണം. എന്നാലേ ഈ തടി കറക്റ്റായിട്ട് മാറുന്നു. പൊണ്ണത്തടിക്ക് വ്യാപകമായ ദോഷമുണ്ട് എന്ന വസ്തുത തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിലൂടെ വെളിവാക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറിയുടെ പ്രത്യേകതകളിൽ ഒന്ന്, ആന്തരികമായി മറ്റു രോഗങ്ങൾ വല്ലതും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കാൻ ടെലിസ്കോപ്പിക് പിക്ചറിലൂടെ സാധ്യമാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൊണ്ണത്തടിയുടെ ഭാഗമായുള്ള ശസ്ത്രക്രിയയെ കൂടാതെ ഇത്തരം ആന്തരിക വൈകല്യങ്ങൾക്കുള്ള ചികിത്സയും പ്രാവർത്തികമാക്കാൻ കീഹോൾ ശസ്ത്രക്രിയ അവസരമൊരുക്കുന്നു. ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ മുറിവില്ലായ്മ, മുറിവ് കൊണ്ടുള്ള പ്രയാസമാണ്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് വാല്യൂ എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ അവയവങ്ങൾക്ക് കേടുവരുന്നത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ലാപ്രോസ്കോപ്പിയിൽ ഈ ടെലിസ്കോപ്പ് ടേൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേറൊരു ഭാഗത്തുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ യൂട്രസിനോ അല്ലെങ്കിൽ അണ്ടാശയങ്ങൾക്കോ അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിത്സഞ്ചിക്ക് കേടുണ്ടെന്നുണ്ടെങ്കിൽ, കുടലിന് എന്തെങ്കിലും കേടുണ്ടെങ്കിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ ലാപ്രോസ്കോപ്പിക്ക് മുറിവില്ലാത്തതുകൊണ്ട് രക്തസ്രാവം വളരെ കുറവായിരിക്കും. നമുക്ക് രക്തം കൊടുക്കേണ്ടതിൻ്റെ അളവ് 100-1 കുറയ്ക്കാൻ കഴിയും. അങ്ങനെ രക്തം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ രക്തം സ്വീകരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ഹെപ്പറ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിലും, എയ്ഡ്സ് ആണെങ്കിലും, മലേറിയ, മറ്റ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം വൻതോതിൽ കുറവാക്കുന്നതിന് ഇത്തരം ഓപ്പറേഷൻസ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പ്രിസൈസായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ വ്യക്തതയോട് കാണുന്നതുകൊണ്ട് തന്നെ ഒരു രോഗത്തിൻ്റെ പ്രതിവിധി കണ്ടെത്തുന്നതിൽ നല്ല രീതിയിൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട്. ഒരു സീനിയർ കൺസൾട്ടന്റ് സർജൻ എന്ന നിലയിൽ ഡോക്ടർ പത്മകുമാറിന് ഒന്ന് വിശ്രമിക്കാൻ പോലും ആവാത്ത തിരക്കാണ്. കാരണം നമ്മുടെ നാടും പൊണ്ണത്തടിയന്മാരെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇവരെ ജീവിതത്തിന്റെ പൊതുധാരയിലേക്ക് ആനയിക്കുന്ന തിരക്കിനിടയിലും ഒരു മുഖാമുഖത്തിനുള്ള അവസരം നൽകിയ പത്മകുമാറിന്റെ കുടുംബം ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകളുടെ വേലിയേറ്റത്തിൽ അർത്ഥവത്തായ പിന്തുണയാണ് നൽകി വരുന്നത്. എങ്കിലും വല്ലപ്പോഴും ആ തിരക്കുകൾ ഒഴിവാക്കി കുടുംബത്തോടൊപ്പം കൂടാൻ ഇദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തിട്ട് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അക്കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എൻ്റെ വൈഫ് ഡോക്ടർ ദീപ്തി ആണെന്നുണ്ടെങ്കിലും, മോള് ദിവ്യ ആണെന്നുണ്ടെങ്കിലും, ഞാൻ വളരെയധികം എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു വർക്കിംഗ് അവേഴ്സ് ചിലവാക്കുമ്പോൾ ഒരു സന്തോഷക്കുറവും കാണിക്കാതെ എൻ്റെ കാര്യങ്ങൾക്ക്, എനിക്ക് ബർത്ത്ഡേക്കാണെന്നുണ്ടെങ്കിലും ഒബിസിറ്റിയുടെ ഒരു തീം വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മോള് തന്നെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇതിനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു പേഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ചാച്ചൻ്റെ പേഷ്യൻ്റ് അങ്ങനെ കാണിച്ചു തരത്തൊക്കെ വേണം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സപ്പോർട്ടും മാനസികമായിട്ടുള്ള ഒരു സന്തോഷം തിരിച്ചു വന്നിട്ട് നമ്മൾ താമസിച്ച് വന്നു കഴിഞ്ഞാലും അവർ നമ്മളെ റിസീവ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റൻഡ് ആയിട്ടുള്ള അവേഴ്സ് വർക്ക് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ തന്നെ ആണെങ്കിലും എൻ്റെ പേരൻസും സഹോദരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും, ദീപ്തിയുടെ പേരൻസ് സഹോദരങ്ങൾ, അവരൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെയ്തിട്ട് ഒരു പേരെടുക്കുന്നതിൽ അവരുടെയൊക്കെ ഒരു സ്റ്റിമുലസും അവരൊക്കെ ആ ഒരു സന്തോഷം പങ്കിടുമ്പോൾ നമുക്കും വരും. അല്ലെങ്കിൽ അതിനെ നമ്മൾ വരുന്നില്ല, മറ്റു കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് ആദ്യം മുതൽക്ക് തന്നെ ആ ഒരു സർജിക്കൽ ഫീൽഡിൽ ഒരു പ്രാവീണ്യം നേടി പോകാനായിട്ട് പറ്റും. എപ്പോഴാണെന്നുണ്ടെങ്കിലും കോൺഫറൻസസിനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ചോദിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ട്, അപ്പോൾ ഇപ്രാവശ്യം ടോപ്പിക് പ്രസൻറ്റേഷൻ എന്തായാലും വേണം. അപ്പോൾ എപ്പോൾ നാഷണൽ കോൺഫറൻസിന് പോയാലും എവിടെ പോയാലും നമ്മളുടേതായിട്ടുള്ള പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടാവും. ഇവരെല്ലാവരും അത് വളരെ ഇതിനോട് നോക്കിയിരിക്കും. ടി വിയിലൊരു പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കിയിട്ടൊരു അഭിപ്രായം പറയും. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഇന്ന പോർഷൻസിൽ അത്ര ശരിയായില്ല, വ്യക്തതയുണ്ടായില്ല എന്നവർ ക്രിറ്റിസിസത്തോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കുടുംബത്തിലെല്ലാ ആൾക്കാരുടെയും, പ്രത്യേകിച്ച് വൈഫിൻ്റെയും മോളും അമ്മ എല്ലാവരുടെയും ആ ഒരു പ്രചോദനം കൊണ്ട് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഒരു പകലിൻ്റെ ഒടുവിൽ തൻ്റെ തിരക്കുകളെ ഫുൾ സ്റ്റോപ്പിട്ട് കൂടണഞ്ഞ ഇദ്ദേഹത്തിന് മുന്നിൽ
അറിവിൻ്റെ അക്ഷരമാല കോർക്കാൻ മകൾ ദിവ്യയ്ക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം. മകളെ പഠനത്തിൽ സഹായിച്ച് ഈ രാത്രി പിന്നിടുമ്പോൾ വീണ്ടും ഒരു സൂര്യോദയം ഡോക്ടർ പത്മകുമാർ സ്വപ്നം കാണുന്നു. പൊണ്ണത്തടിയന്മാരില്ലാത്ത ഒരു നല്ല നാളെയെക്കുറിച്ച്.